ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാം, ഭക്ഷണം കഴിക്കണ്ടേ? ഗാഥ മാഡം പിണങ്ങി കിടക്കുവോ? നിങ്ങളെ രണ്ടുപേരും കഴിക്കാതെ? സിനി, ഒരമ്മ മകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അളവിൽ കൂടുതലാണെന്ന് പലപ്പോഴും നിനക്ക് പോലും തോന്നിയിട്ടില്ലേ? ഒരു ലിമിറ്റേഷനും ഇല്ലാതെ അവളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഞാനാ. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിക്കൊടുത്ത് ശീലിപ്പിച്ചു. ഒക്കെ തെറ്റായിരുന്നു. സാധാരണ കുട്ടികൾ ശിക്ഷിക്കപ്പെടുന്ന പോലെ അവളും ശിക്ഷിക്കപ്പെടണമായിരുന്നു. സാധാരണ കുട്ടികളെ വഴക്ക് പറയുന്ന പോലെ അവളെയും വഴക്ക് പറയണമായിരുന്നു. സ്നേഹം അളവിൽ കൂടിയാല് അതിനേക്കാളും വലിയൊരു നാശമില്ല, അല്ല സിനി? മാം, രണ്ടുപേരും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആളുകളല്ല. ഇടയിൽ വരുന്ന പ്രശ്നം എന്തോ ആവട്ടെ, നിങ്ങൾ അമ്മയും മോളും എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കുന്നത് കാണാനാ എനിക്ക് താല്പര്യം. ഞാനെന്ന് അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതവളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അവളിങ്ങനെ പിണങ്ങിക്കിടന്ന എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. സിനിമ മോളെ, മോളെ, മമ്മി, എന്താ എന്ത് പറ്റി? മമ്മി, അമ്മേ, എന്താ മോളെ, എന്താ പറ്റിയേ? എന്തിനു നിലവിളിച്ചേ? എന്താ? എന്നെ ഒരു സർപ്പം പിന്തുടർന്ന് വന്നു മമ്മി. ഒടുവില് അതെന്നെ കൊത്തി. മുത്തശ്ശി, ഇത്രയും നാളും പൂജയും മറ്റും ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്കൊരു പേടിയുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ ഒരു ഭയം എന്റെ മനസ്സിനെ പിടികൂടിയിട്ടുണ്ട്. അരുതാത്ത ചെയ്യരുതെന്ന് 1000 തവണ പറഞ്ഞതാ, കേട്ടില്ലല്ലോ? നാഗശാപമുള്ള കളരിക്കൽ വീട്ടിലേക്കാ കൃഷ്ണയെ അപകടപ്പെടുത്താൻ വേണ്ടി നാഗങ്ങളെയും കൂട്ടി നീ ചെന്ന് കയറിയത്. അതിന്റെ തിരിച്ചടി തന്നെയാണ് ഈ ഭയം. അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അമ്മേ, മോൾക്ക് എന്താ ഇങ്ങനെ ഒരു പേടി വന്നതെന്നൊന്ന് അറിയണമല്ലോ. ജോത്സ്യനെ ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ? അതിന്റെ ആവശ്യമില്ല സുമിത്രേ. എല്ലാം ഒരു തോന്നല. പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? തപസ്സും വ്രതവുമായിട്ടിരിക്കുന്നവരുടെ മനസ്സിനെ മലിനപ്പെടുത്താൻ ഒരുപാട് ശക്തികൾ ശ്രമിക്കും. പക്ഷേ അതിനൊന്നും പിടികൊടുക്കാതെ നിൽക്കാന്നുള്ളതാണ് വ്രതമെടുക്കുന്നവർ ചെയ്യേണ്ടത്. മുത്തശ്ശി അമ്മയും പോയിക്കോളൂ, ഞാനേ പ്രാർത്ഥിച്ചു കിടന്നോളാം. എന്നിങ്ങനെ തനിച്ചൊക്കെ പോവല്ലേ മമ്മി, എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാ. മോൾ പേടിക്കണ്ട കേട്ടോ. അമ്മ മോൾക്ക് കൂട്ടുണ്ട്. ഈ കുടുംബത്തിനും എന്റെ മകനും വേണ്ടി നീ വ്രതം ഇരിക്കുമ്പോ നിനക്ക് കാവലിരിക്കേണ്ടത് അമ്മയുടെ ചുമതലയല്ലേ? ഞാനിന്ന് മോളുടെ കൂടെ ഇവിടെ കിടക്കാം. സിനിമക്കും ശരി മാം. ഗാഥ മാഡത്തിന്റെ ഏറ്റവും വലിയ ധൈര്യം മാം തന്നെയല്ലേ? മാം അടുത്തുണ്ടെങ്കിൽ
ഗാഥമ്മയുടെ ഒരു സ്വപ്നം കാണില്ല. ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട മോളെ. ധൈര്യമായിട്ടിരിക്കെ. ഈശ്വര, വീണ്ടും ഒരിക്കൽ കൂടി നാഗത്തെ സ്വപ്നത്തിൽ കണ്ടത് അപകട സൂചനയാണോ? വ്രതശുദ്ധിയിൽ അപാകതകളൊന്നും വന്നിട്ടില്ല. മോൾ ഏതു നേരവും പ്രാർത്ഥനയില്ല. ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ചെയ്യുന്നതിനേക്കാൾ ഭക്തിയോടെ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും, ഇത്രയൊക്കെ ചെയ്തിട്ടും നാഗദംശനത്തിന്റെ സ്വപ്നം കണ്ട് പേടിക്കാന്ന് പറഞ്ഞ പൂജാവിധികളൊന്നും തെറ്റിയതുകൊണ്ടല്ല. നാം നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, കുടുംബത്തിന് പുറത്തു നിന്നുള്ള ചിലർ ശത്രുക്കളുടെ വേഷത്തിലുണ്ട്. ഈ കർമ്മം മുടക്കാൻ അവരാഗ്രഹിക്കുന്നു. ആരാണ് അവര്? ശത്രുവിനെ തേടി അലയുന്നതിനേക്കാൾ നമുക്ക് നേരെ വരുന്ന ശത്രുവിന്റെ ആയുധത്തെ പ്രതിരോധിക്കുന്നതാ നല്ലത്. നാഗദോഷം അകറ്റാനുള്ള പൂജയെ ഇല്ലാതാക്കാൻ നാഗങ്ങളെ തന്നെയാണ് ശത്രുക്കൾ ആയുധമാക്കിയിരിക്കുന്നത്. അതിന്റെ സൂചനയാണ് വ്രതം നോറ്റിരിക്കുന്ന പെൺകുട്ടി കണ്ട പേടി സ്വപ്നം. തിരുമേനി, സ്വന്തം പ്രായം പോലും നോക്കാതെ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗത്തിന് തയ്യാറായ പെൺകുട്ടിയാ. അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. പ്രതിവിധി ചെയ്തേ പറ്റൂ. അങ്ങത് നിശ്ചയിച്ചേ പറ്റൂ. 41 ദിവസത്തെ ചടങ്ങുകളിൽ സർപ്പബലി ഉൾപ്പെടുത്തേണ്ടി വരും. സർപ്പബലി അല്പം മാരകമാണ്. വിപരീത ഫലമുണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാണ്. സർപ്പബലി നടക്കുമ്പോ കളത്തിലേക്ക് ആവാഹിക്കപ്പെടുന്ന സർപ്പം പ്രീതിപ്പെട്ടില്ലെങ്കിൽ വ്രതം നോക്കുന്ന പെൺകുട്ടിയെ ദംശിക്കാനും തൽക്ഷണം മരണം നടക്കാനും സാധ്യതയുണ്ട്. വേണ്ട, എങ്കിൽ അങ്ങനെ ഒരു ചടങ്ങ് വേണ്ട.